അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കർഷക രക്ഷാ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ ആഗ്രഹനായിട്ടുള്ളത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി, കേരളക്കാർക്ക് സുപരിചിതനായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ശ്രീ താരിഖ് അൻവർജി ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിക്കാനും മുഖ്യ പ്രഭാഷണം നടത്താനും ആഗതനായിട്ടുള്ള കേരളത്തിൻ്റെ അഭിമാനഭാജനമായ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ, UDF-ൻ്റെ കൺവീനർ പ്രിയപ്പെട്ട ശ്രീമാൻ MM ഹസൻ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ദീർഘവർഷക്കാലം പാർലമെൻറ്റ് അംഗമായിരുന്ന, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ച, നമുക്കെല്ലാം തന്നെ എത്രയും അഭിവന്ദനായ ശ്രീമാൻ PC ചാക്കോ, ഇന്നത്തെ കർഷക രക്ഷാ സംഗമത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച നടത്തുമ്പോൾ ഈ രാജ്യത്ത് ഭക്ഷ്യ സുരക്ഷിത നിയമം അത് പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ അതിസമർത്ഥമായി അത്തരമൊരു ബില്ല് പാർലമെൻറ്റിൽ പൈലറ്റ് ചെയ്ത എൻ്റെ ചിരകാല സ്നേഹിതൻ പ്രൊഫസർ KV തോമസ്, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സമാരാധ്യരായ നേതാക്കന്മാരെ, ഇന്നത്തെ ഈ സംഗമത്തിൽ എല്ലാ അർത്ഥത്തിലും ആരോഗ്യ സുരക്ഷാ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, കർഷക സുഹൃത്തുക്കളെ, കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ ലാൽ വർഗീസ്, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാരെ, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ജനറൽ സെക്രട്ടറിമാരെ, ഈ ഒരു സംഗമത്തിന് സ്വാഗതം ആശംസിച്ചിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീമാൻ KP അനിൽകുമാർ അടക്കമുള്ള നേതാക്കന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഇന്ന് രാജ്യമാസകലം കൃഷിക്കാർ പ്രക്ഷുബ്ധരായിരിക്കുകയാണ്. അവർ പ്രക്ഷോഭത്തിൻ്റെ പാതയിലൂടെയാണ് ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 62 ലക്ഷം കർഷകന്മാർ ഇന്ന് നിരത്തുകളിൽ ഇറങ്ങിക്കൊണ്ട് അവരുടെ അമർഷവും പ്രതിഷേധവും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഈ രാജ്യത്ത് സർക്കാർ അവിടെ കാണിച്ച വഞ്ചനക്കേരായിക്കൊണ്ട് സമരപന്ഥാവിലൂടെ മുന്നോട്ട് പോകുന്നത്. ആ സമരത്തിന് എല്ലാ തരത്തിലുമുള്ള നേതൃത്വം കൊടുത്തുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ, നമുക്കെല്ലാം തന്നെ പ്രിയങ്കരിയായ സോണിയാജി, അതുപോലെ തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കായ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ശ്രീ രാഹുൽജി, അതുപോലെ തന്നെ പ്രിയങ്കാജി അടക്കമുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഇന്ന് നമ്മെയും രാഷ്ട്രത്തെയും ഒക്കെ തന്നെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു കർഷക സംഗമം ഇവിടെ നാം നടത്തപ്പെടാൻ തീരുമാനിച്ചിട്ടുള്ളത്? അതിൻ്റെ മുന്നോടിയായി കേരളത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ഇങ്ങോട്ടേക്ക് ഏതാണ്ട് ഒരു 5-10 ദിവസം മുമ്പേ വന്നിട്ടുള്ള ശ്രീമാൻ താരിഖ് അൻവർജി, അദ്ദേഹത്തിൻ്റെ പ്രഥമ പത്രസമ്മേളനത്തിൽ വളരെ വിശദമായ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് ഇതിൻ്റെ 3ാം ഘട്ട പരിപാടി എന്ന രൂപത്തിൽ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആഗതനായിട്ടുള്ളത്. അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുമെന്നതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് വളരെ വിശദമായിട്ടൊന്നും തന്നെ കടന്നു പോകാൻ ആഗ്രഹിക്കില്ല. നമ്മുടെ പാർലമെന്റിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ്
NDA സർക്കാർ, ആ NDA സർക്കാരിലെ ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഇത്തരമൊരു നിയമം, കുപ്രസിദ്ധമായ വിവാദപൂർണമായ നിയമം ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയത്. നമ്മുടെ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഈ രാജ്യത്തെ കോടിക്കണക്കായ കർഷകന്മാരുടെ അവരുടെ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്നതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് ജനോപകാരപ്രദമായ ഒരു ബില്ലാണ് അങ്ങ് കൊണ്ടുവന്നെങ്കിൽ, ആ കർഷക താല്പര്യങ്ങൾക്ക് അനുസൃതമായി കൊണ്ടുവന്നൊരു ബില്ലാണെങ്കിൽ പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കാതെ, പാർലമെന്റിൽ ചർച്ച നടത്താതെ ധൃതി പിടിച്ചുകൊണ്ട് ഒരപ്പം ചുടുന്ന ലാഘവത്തോടുകൂടി തന്നെ ബില്ല് ലോക്സഭയിൽ പാസാക്കിയെന്ന കാര്യം അദ്ദേഹം ആദ്യമായിട്ട് വിശദീകരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ കർഷകന്മാർക്ക് പരിപൂർണമായ പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ധീരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാബിൽ നാം കണ്ടതാണ്. പ്രിയങ്കരനായ രാഹുൽജിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും അവിടെ പോയപ്പോൾ 10,000-കണക്കായ കൃഷിക്കാരാണ് ആവേശവും അവർക്ക് വരവേൽപ്പ് കൊടുത്തെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ കൃഷിക്കാരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, കോൺഗ്രസിന് എന്താ ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ അന്നത്തെ യാത്രയിൽ പങ്കെടുത്തു എന്ന കാര്യം ഞാൻ ഓർക്കുന്നു. എന്താണ് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം? ആ മുദ്രാവാക്യത്തിന്റെ അനുരണനം ഇപ്പോൾ കേവലം പഞ്ചാബിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് അനുരണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന മുദ്രാവാക്യം ഖേത്തി ബചാവോ എന്നാണ്. ഈ രാജ്യത്തെ കർഷകന്മാരെ, ഈ രാജ്യത്തെ കൃഷിക്കാരെ രക്ഷിക്കുക. ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലൊക്കെ തന്നെ വിറയൽ അനുഭവപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നതെന്ന് മാത്രമല്ല റിപ്പോർട്ട് ചെയ്ത് നൽകിയിട്ടുള്ളത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളന കാലത്താണ് ഇത്തരമൊരു നിയമം ഇവിടെ പാസ്സാക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറായത്. ആ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പ്, അല്ലെങ്കിൽ പതിവായിട്ട് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ദീർഘവർഷക്കാലം പാർലമെന്റിൽ നിന്ന് എനിക്കും ശ്രീ രമേശ്ജിക്കും ശ്രീമാൻ ചാക്കോയ്ക്കും ശ്രീമാൻ തോമസിനുമൊക്കെ തന്നെ കാര്യം വളരെ നന്നായിട്ടറിയാം. ഒരു പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ചില നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്താണ് ആ നടപടിക്രമം? ആ നടപടിക്രമം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ, ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ, അവരെല്ലാം വിളിച്ചുകൊണ്ട് സ്പീക്കർ ചർച്ച നടത്താറുണ്ട്. സർക്കാരിന്റെ പ്രതിനിധി, അത് മന്ത്രിമാരാകട്ടെ ചിലപ്പോൾ പ്രധാനമന്ത്രിയാകട്ടെ, വിളിച്ചുകൊണ്ട് സംവാദം നടത്തിക്കൊണ്ട് ആ ഹൃദയ സംവാദത്തിലൂടെയാണ് ബില്ലുകൾ പാസ്സാക്കാറ്, പ്രത്യേകിച്ച് സുപ്രധാനമായ ബില്ലുകൾ. പക്ഷെ ഈ ബില്ലിന്റെ കാര്യത്തിൽ ആ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചില്ല. ആ 3 ബില്ലുകളും കർഷക വിരുദ്ധമാണ്, കർഷകന്മാരുടെ താല്പര്യത്തെ പരിപൂർണമായിട്ട് ഹനിക്കുന്നതാണ്. അതാണ് ഈ രാജ്യത്തെ കൃഷിക്കാരെ രോഷാകുലരാക്കിയിരിക്കുന്ന കാര്യം. ഒരു ഹ്രസ്വകാലം ഞാൻ കേന്ദ്രത്തിൽ കൃഷി വകുപ്പിന്റെ ചുമതലയുള്ളൊരു മന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ ബൽറാം ജാക്കർ, ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ കൂടെ ആ മന്ത്രാലയത്തിൽ പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ അനുസരിച്ച് അതൊരു സംസ്ഥാന വിഷയമാണ്, സ്റ്റേറ്റ് സബ്ജക്ട്. പിന്നെ ഇത് സംബന്ധമായിട്ടുള്ള ട്രേഡ്, അതുപോലെ തന്നെ വ്യാപാരം, ഇതൊക്കെ തന്നെ നടത്തുന്നത് കൺകറന്റ് ലിസ്റ്റിലുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഏത് സംസ്ഥാനത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് ചർച്ച നടത്തിയത്? ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഒരു സംസ്ഥാനത്തെ വിശ്വാസത്തിലെടുത്തില്ല. നമ്മുടെ പാർലമെന്റ് നോക്കുകുത്തിയായിക്കൊണ്ട് പാർലമെന്റിന്റെ പിറകിൽ കൂടിയാണ് ഇത്തരമൊരു നിയമം പാസ്സാക്കിയത്. നമ്മുടെ പാർലമെന്റിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ജനാധിപത്യ മതേതൃത്വത്തിന്റെ കാവൽഭടനായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് തുടങ്ങിയ പാരമ്പര്യമാണ്. ചർച്ചകളിലൂടെ, വിശദമായ ചർച്ചകളിലൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറായിക്കൊണ്ട് സകല സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ടാണ്
സാധാരണ നിയമങ്ങൾ പാസ്സാക്കാറുള്ളത്. അതാണ് നാം ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ച ഉജ്ജ്വലമായ നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം. പക്ഷെ ആ പാരമ്പര്യത്തെ തകിടം മറിച്ചുകൊണ്ട്, ചവിട്ടിമതിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലോകസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും അവരുടെ ഘടകകക്ഷികൾക്കും മൃഗീയമായ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ പ്രസ്ഥാനം, അതോടൊപ്പം ഇന്ത്യയിലെ ഘടകകക്ഷികളായിട്ടുള്ള ഈ ബില്ലിനെ വിയോജിക്കുന്ന ആളുകളുമായിട്ട് ചർച്ച നടത്താതെ ഈ നിയമം പാസ്സാക്കിയത് ശരിയാണോ? ഞങ്ങൾക്ക് ചോദിക്കാനുള്ള മൗലികമായ ചോദ്യമാണ്. അവിടെ അനായാസമായിട്ടാണ് ആ ബില്ല് പാസ്സാക്കിയത്. പക്ഷെ കേരളത്തിലെ നമ്മുടെ കോൺഗ്രസിന്റെ ചുണക്കുട്ടികളായിട്ടുള്ള അംഗങ്ങൾ പോലും ലോകസഭയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആരൊക്കെ തന്നെ പരാതി പറഞ്ഞാലും ആ പാർലമെന്റ് രേഖകൾ പരിശോധിച്ചാൽ ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് രാജ്യസഭയിൽ ഈ ബില്ല് വരുമ്പോൾ ഞാൻ കുറച്ച് വിശ്വാസമുണ്ടായിരുന്നു. കാരണം രാജ്യസഭയിൽ BJPക്ക് NDAക്ക് ഭൂരിപക്ഷമില്ല. അവിടെ അകാലിദളുള്ള മന്ത്രിയടക്കം രാജിവെച്ചിരിക്കുന്നു. ഈ ബില്ലിനെ അവിടെ പ്രതിരോധിക്കാം, ആ ബില്ലിനെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്താം. ബില്ല് പാസ്സാകില്ല എന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുണ്ടായത്. അവിടെ ചർച്ച നടന്നോ? ഇപ്പോൾ എല്ലാം സുതാര്യമാണ്. ചില നേരങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഗവൺമെന്റ് പാർലമെന്റിന്റെ പ്രശസ്തമായിട്ടുള്ള ആ ലോകസഭ രാജ്യസഭ TV ഓഫ് ചെയ്യാറുണ്ടെങ്കിൽ പോലും അല്ലാത്ത സന്ദർഭങ്ങളൊക്കെ തന്നെ നന്നായിട്ട് കണ്ടവരാണ്. അത് ഓഫ് ചെയ്യാത്ത സന്ദർഭത്തിൽ അവരുണ്ടായ നാടകം എന്താണ് എല്ലാവർക്കും തന്നെ അറിയാം. അവിടെ ചർച്ച നടത്തരുതെന്നും ഗവൺമെന്റ് നിർബന്ധമുണ്ടായിരുന്നു. ബില്ല് വോട്ടിലുണ്ടാകാൻ പാടില്ല എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. രാജ്യസഭയിലോ ലോകസഭയിൽ അംഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയത്തെക്കുറിച്ചായാലും ആ ബില്ല് പാസ്സാക്കണമെങ്കിൽ ഒരു ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിവിഷൻ അനുവദിക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യൻ പാർലമെന്റിലുണ്ട്. അതാണ് നമ്മൾ ഇന്ന് വരെ അനുവർത്തിച്ച കീഴ്വഴക്കവും പാരമ്പര്യവും നമ്മുടെ പാർലമെന്റിന്റെ നിയമങ്ങളൊക്കെ തന്നെ അനുശാസിക്കുന്ന കാര്യവുമെന്നും ഞാൻ പറയാതെ പാർലമെന്ററി പ്രൊസീജിയറിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് വളരെ വിശദമായിട്ട് അറിയാം. പക്ഷെ ഇതൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല. കോൺഗ്രസ് ശക്തമായ നിലപാടാണ് ലോക്സഭയിലും രാജ്യസഭയിലും എടുത്തത്. ഡിവിഷൻ അനുവദിക്കാത്ത ഈ ഗവൺമെന്റ് ആയിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ള രാജ്യസഭയിലെ MP-മാർ അവർ 8 പേരെ മാർഷലുകളെ അപൂർവമായിട്ട് മാത്രമേ മെമ്പർമാരെ സഭയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളൂ എന്നതാണ് ഈ പരമാർത്ഥമെങ്കിൽ ആ മാർഷലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് 8 അംഗങ്ങളെ അവിടെ ശാരീരികമായി തന്നെ അവരെ ദേഹോപദ്രവം ചെയ്തുകൊണ്ട് പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്ന കാഴ്ച നാം രാജ്യസഭയിൽ കണ്ടത്. അത് 2-3 അംഗങ്ങൾ കോൺഗ്രസിന്റെ അംഗങ്ങളാണ്. പ്രഗത്ഭന്മാരായിട്ടുള്ള അംഗങ്ങൾ, മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ പാർലമെന്റ് ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും നമ്മുടെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന അംഗങ്ങളാണ് ആ അംഗങ്ങൾ. ഈ നിയമങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിക്കണം. വിശദമായിട്ട് ബഹുമാന്യായ താരിഖും മറ്റ് നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ സംസാരിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. ഈ നിയമം പാസ്സായി കഴിഞ്ഞ ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മുടെ കാർഷിക മേഖല അത് പൂർണ്ണമായിട്ടും ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് അത് എഴുതി കൊടുക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. അംബാനിയും അഡാനിയും അടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അവരുടെ കൈകളിലേക്ക് നമ്മുടെ ഭൂമി പോകാൻ പോകുന്നു. അവർക്ക് എല്ലാ ഭൂമിയിൽ അവകാശവും കിട്ടാൻ പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇത് നിഷേധിക്കാൻ BJPക്ക് സാധിക്കുമോ? പിന്നീട് മിനിമം സപ്പോർട്ട് പ്രൈസ് വിശദമായിട്ട് തോമസ് സംസാരിക്കുന്നതോട് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. ആ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന താങ്ങുവില എത്രയോ വർഷക്കാലമായി കോൺഗ്രസ് കൊണ്ടുവന്നാണത്. ഇവിടെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, കാർഷിക ഉൽപ്പന്നത്തിന്റെ ബെഞ്ച് വില അത് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കും. ആ ബെഞ്ച് വിലയിൽ കുറഞ്ഞ് കൃഷിക്കാർക്ക് വില കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ നിയമമാണ് ആ നിയമം. ആ മിനിമം സപ്പോർട്ട് പ്രൈസ് പരിപൂർണമായിട്ടും അബോലിഷൻ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ താങ്ങുവില നാളെ തൊട്ട് കൃഷിക്കാർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാണ് പരമാർത്ഥം. ഇതൊക്കെ പറഞ്ഞ ആപത്കരമായ മറ്റൊരു കാര്യം, ഞാൻ വീണ്ടും കോർപ്പറേറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ആ കോർപ്പറേറ്റുകൾക്ക് കൃഷി കരാർ വ്യവസ്ഥയിൽ കൊടുക്കുന്നു. ഈ സമ്പ്രദായം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണ അമേരിക്കയിൽ, തെക്കൻ അമേരിക്കയിൽ അത് നടപ്പിലാക്കി പരാജയപ്പെടുകയും കോർപ്പറേറ്റുകൾ ഈ രാജ്യത്ത് കൃഷിക്കാരെ വഞ്ചിച്ച് അവരെ ചതിച്ച്
അവിടെ പ്രക്ഷോഭം പോലുമുണ്ടായ കഥയും ലോകത്തിന്റെ ആ കാർഷിക രംഗം പരിശോധിക്കുന്ന ആളുകൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഈ കർഷകന്മാരായ ആളുകൾ എന്ത് ചെയ്യണം? അവരെന്ത് കൃഷി ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, ഇതൊക്കെ തന്നെ നിശ്ചയിക്കാൻ പോകുന്ന ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളാണ്. കർഷകരെ ഭൂമിയുടെ അവകാശത്തിൽ നിന്ന് പരിപൂർണമായിട്ടും ബഹിഷ്കൃതരാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. MSP കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ, ഡോക്ടർ MS സ്വാമിനാഥൻ, നമുക്ക് അഭിമാനമുള്ള ലോക പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ, മങ്കുപ്പുകാരൻ, ആ ഡോക്ടർ സ്വാമിനാഥനെ വെച്ചുകൊണ്ട് നമ്മൾ ഒന്നാം തരം കാർഷിക രംഗത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ആ ഡോക്ടർ സ്വാമിനാഥൻ എന്താണ് പറയുന്നത്? മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ താങ്ങുവില കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടിയെങ്കിലും ആയിരിക്കണം എന്നാണ് അദ്ദേഹം ശുപാർശ ചെയ്തിരിക്കുന്നത്. ആ ശുപാർശ ഏറ്റുവാങ്ങിയത് കോൺഗ്രസ് ആണ്. ആ കമ്മീഷൻ നിയോഗിച്ചാട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UPA ഗവൺമെന്റ് അധികാരത്തിലുണ്ടായ സമയത്താണ്. കേന്ദ്രം നിശ്ചയിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ആ പറയുന്ന ബെഞ്ച് മാർക്ക് അത് കേന്ദ്രം നിശ്ചയിക്കുമ്പോൾ കൃഷിക്കാർക്ക് ലാഭകരമായി കൃഷി കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യമാണ് നമ്മൾ സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞ് NDA സർക്കാർ അധികാരത്തിന് ശേഷം സ്വാമിനാഥൻ കമ്മീഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ശാന്തകുമാറിനെ വെച്ചുകൊണ്ട് മറ്റൊരു കമ്മിറ്റി എടുക്കണ്ടായി. ആ കമ്മിറ്റി എന്ത് പറഞ്ഞു? ആ കമ്മിറ്റി സുചിന്തിതമായ ഭാഷയിൽ പറഞ്ഞു, MSP വേണ്ട, മിനിമം സപ്പോർട്ട് പ്രൈസ് വേണ്ട, അത് നമ്മുടെ രാഷ്ട്രത്തിന് വലിയ ബാധ്യതയാണെന്ന് അവർ പറയുകയുണ്ടായി. അതുകൊണ്ട് അവരെന്താണ് പറഞ്ഞത്? മോഡി എന്താണ് പറയുന്നത്? ആ മിനിമം സപ്പോർട്ട് പ്രൈസ് അതില്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഒറ്റ വർഷം 1,00,000 കോടി രൂപ ഗവൺമെന്റ് സമ്പാദിക്കാൻ സാധിക്കുമെന്നാണ് ഈ പിന്തിരിപ്പൻ ഗവൺമെന്റ് പറഞ്ഞത്. കർഷകരുടെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പറഞ്ഞത് 1,00,000 കോടി രൂപ ലാഭിക്കാൻ സാധിക്കും എന്ന ഈ പറയുന്ന ശാന്തകുമാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് അത് അബോലിഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ ശ്രീമാൻ തോമസ് ഇവിടെയുണ്ട്, അദ്ദേഹം ആ കാര്യങ്ങളെ കുറിച്ച് പറയും. നാഫെഡ്, ഞാൻ പണ്ട് മന്ത്രിയായതുകൊണ്ട് അതിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴൊക്കെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്താൻ സാധിക്കുന്ന ലോകപ്രശസ്ത ഏജൻസിയാണ് നാഫെഡ്. ഏറ്റവും കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് നാഫെഡ്. ഇഞ്ചിക്ക് പണ്ട് വില കുറഞ്ഞ കാലത്താണ് ഞാൻ ഡൽഹിയിൽ മന്ത്രിയായത്. ഇവിടെ കൃഷിക്കാരും ഗവൺമെന്റും ഒക്കെ തന്നെ കാര്യം എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. സമാരാധരായ കോൺഗ്രസ് നേതാക്കന്മാർ അടിയന്തരമായി നാഫെഡ് കൊണ്ട് ഇടപെടിച്ചുകൊണ്ട് അവസാനത്തെ ഇഞ്ചിയും സംഭരിക്കാൻ വേണ്ടി സാധിച്ചുകൊണ്ട് ഇഞ്ചി കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു. അതിനൊറ്റയുടെ സന്ദർഭങ്ങളിൽ ഓരോരോ സംസ്ഥാനങ്ങളിൽ പ്രശ്നമുണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ നാഫെഡിനെ കൊണ്ട് സാധിക്കുന്നുണ്ടായി. അതുപോലെ തന്നെയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അവരാണ് ധാന്യം സംഭരിക്കുന്നത്. ആ ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യ ഇത് വേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭരണമൊന്നും ഇത് വേണ്ട, ഇത് നമ്മുടെ ചുമതലയല്ല, അതാര് വേണമെങ്കിലും നടത്തട്ടെ, കോർപ്പറേറ്റുകളാണ് മെടുക്കന്മാർ, അവർക്ക് വേണ്ടത് അവർ ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. ഇതിലൊക്കെ പുറമെ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന എൻ്റെ സ്നേഹിതൻ താരിഖ് ജി, അതുപോലെ രമേശ് ജി, ചാക്കോ അടക്കമുള്ള നേതാക്കന്മാർ ആ കാര്യം പറയും. തോമസിനും ആ കാര്യം അറിയാം. ഇവിടെ എത്രയോ വർഷക്കാലമായി നമ്മുടെ രാജ്യത്തൊരു മണ്ഡി സിസ്റ്റം അല്ലെങ്കിൽ വലിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ചന്ത നിൽക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത്. ആ ചന്തകളുടെ ലക്ഷ്യം എന്താണ്? കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ യഥാസമയം ഈ മണ്ടിയിൽ എത്തിക്കും. ആരാണ് ഇന്ത്യയിലെ കൃഷിക്കാർ? 86% കൃഷിക്കാരും 5 ഏക്കറിൽ താഴെ ഏറെ മാത്രമുള്ള കൃഷിക്കാരാണ്. ചെറുകിട കൃഷിക്കാരാണ് ഇന്ത്യ അറിയത്തുള്ള 86% ആളുകൾ. നരേന്ദ്രമോദി എന്താണ് പറയുന്നത്? എന്തിനാണ് മണ്ടി? എവിടെ വേണമെങ്കിലും ആൾക്ക് സാധനം കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കുമല്ലോ. പ്രിയപ്പെട്ട മോഡി അങ്ങ് പറയണം, 5 ഏക്കർ ഭൂമിയുള്ള പാവപ്പെട്ട കൃഷിക്കാരൻ അവന്റെ ഉൽപ്പന്നങ്ങൾ ഏത് സംസ്ഥാനത്താണ് കൊണ്ടുപോകുക? അതെങ്ങനെ സാധിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? അങ്ങ് വിശദീകരിക്കണം. സാധിക്കില്ല. മണ്ഡി സിസ്റ്റം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ കൃഷിക്കാർക്ക് മെച്ചപ്പെട്ട വില കിട്ടുന്നു. അവിടെ വീട്ടുമുറ്റത്തിന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു.
അവർക്ക് ന്യായമായ ലാഭകരമായ വില കിട്ടുന്നത് കൊണ്ട് ആ മണ്ഡി സമ്പ്രദായം വേണ്ട എന്നാണ് പറയുന്നത്. ഇത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? അതുപോലെ APMSP എന്ന് പറയുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് സിസ്റ്റം, അതും വേണ്ട എന്നാണ് പറയുന്നത്. അന്നും വേണ്ട, ഒരു മണ്ഡി സിസ്റ്റം ഇവിടെ വേണ്ട, ഇഷ്ടം പോലെ ഇവിടെ വേണമെങ്കിൽ കൊണ്ടുപോകട്ടെ എന്നാണ് പറഞ്ഞത്. എന്റെ പ്രിയ സ്നേഹിതൻ, പ്രിയങ്കരനായ നമ്മുടെ അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ്ജിയുടെ സ്വന്തം നാടായ ബീഹാർ, ആ ബീഹാറിൽ APMS അബോലിഷൻ നടത്തിയപ്പോൾ അവിടെ ഉണ്ടായ പ്രശ്നം എത്രയാണ്? കൃഷിക്കാർ രോഷാകുലരായി, തങ്ങൾക്ക് മെച്ചപ്പെട്ട വില കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രക്ഷോഭത്തിന്റെ പാതയിൽ പോയി. അവസാനം ഗവൺമെന്റ് അത് തിരുത്തേണ്ടി വന്നു എന്നതാണ് പരമാർത്ഥം. പിന്നെ ഈ ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തിന്റെ മൗലികമായ തത്വങ്ങളുടെ കടക്ക് കത്തിവെച്ചുകൊണ്ടാണ് ഈ ബില്ല് ലോക്സഭ പാസാക്കിയത്. എല്ലാം വിറ്റു തുലക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. നരേന്ദ്ര ദാമോദർ സാർ മോദിയുടെ ഈ കോർപ്പറേറ്റ് ഭരണം, അവർ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അത് പണ്ഡിറ്റ് പറഞ്ഞ ശിശുവാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ രാജ്യത്ത് തുടങ്ങിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ പൊതുമേഖലയും സ്വകാര്യ മേഖലയും കൈകോർത്ത് പിടിച്ചുകൊണ്ട്, അവർ തമ്മിൽ സമരസപ്പെട്ടുകൊണ്ട്, എന്നാൽ പൊതുമേഖലയ്ക്ക് ഒരു കമാൻഡ് ഹൈറ്റ്സ് ഉണ്ടാക്കുന്ന ദിനം, അതാണ് എന്റെ സ്വപ്നത്തിലെ ഏറ്റവും സുവർണ ദിവസം എന്ന് പറഞ്ഞ മഹാനായ പണ്ഡിറ്റ് വളാറുള്ളൂ. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം ലാഭകരമായി നടക്കുന്നു. നവരത്ന കമ്പനികൾ അതുപോലുള്ള സ്ഥാപനങ്ങളായിരുന്നു നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിന് മാതൃകാ സ്ഥാപനങ്ങൾ. എല്ലാം നിങ്ങൾ തൊളിച്ചില്ലേ? എല്ലാം നിങ്ങൾ തകർത്തില്ലേ? ഏറ്റവും കൂടുതൽ എന്തുണ്ടായി? നമ്മൾ റെയിൽവേ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. വിമാനത്താവളം നിങ്ങൾ വിറ്റിരിക്കുന്നു. ആകാശവും ഭൂമിയും വിൽക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു. ഈ രാജ്യത്തൊന്നും വേണ്ട, എല്ലാ മുതലാളിമാർ കൊണ്ടുപോകട്ടെ. ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ചങ്ങാത്ത മുതലാളിമാരെ വരിക വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സ്വാഗതമുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നാൽ കേരളത്തിലെ സ്ഥിതി എന്താണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവർ എവിടെയാണ് ഈ സമരത്തിൽ നിൽക്കുന്നത്? അഖിലേന്ത്യാ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണാനില്ല. പണ്ടൊക്കെ തന്നെ കർഷക സമരം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിന്ന് 5000 കോടി മഹാരാഷ്ട്രയിലാകട്ടെ, ഹരിയാനയിലാകട്ടെ, പഞ്ചാബിലാകട്ടെ അയച്ചുകൊണ്ട് ആരെയോ കുറെ ആളുകളെ വാടക നിർത്തിക്കൊണ്ട് ആ സമരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി. ആ പാർട്ടിയുടെ പൊടി പോലും ഈ സമരരംഗത്ത് നമ്മൾ കണ്ടില്ല. എങ്ങോട്ടാണ് നിങ്ങൾ? അവസാനം എല്ലാവരെയും വഞ്ചിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി നിയമം ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഏത് സുപ്രീം കോടതിയിൽ? എന്താണ് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന കാര്യം? ഞങ്ങൾക്കറിയണം. ഈ കർഷക ദ്രോഹം, ആ കർഷക ദ്രോഹം നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെയും NDAയുടെയും കാർബൺ പതിപ്പാണ് ശ്രീമാൻ പിണറായി വിജയന്റെ 4.25 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണമെന്ന് ഞാൻ പറയട്ടെ. മൂലധന ശക്തികളും ചങ്ങാത്ത മുതലാളിത്തവുമായിട്ടാണ് നിങ്ങൾ എന്തെന്നില്ലാത്ത ബാന്ധവത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രളയം നടന്നപ്പോൾ 17,000 കോടി നമ്മുടെ കൃഷിക്കാർക്ക് നാശമുണ്ടായി. എന്തെങ്കിലും നിങ്ങൾ കൊടുത്തു കൃഷിക്കാർക്ക് വേണ്ടി? ആ കൃഷിക്കാർക്ക് വേണ്ടി മുതലക്കണ്ണീരെടുക്കുന്ന മുഖ്യമന്ത്രി, അങ്ങേക്ക് കൃഷിക്കാരോട് കരുണയുണ്ടോ? ആ കൃഷിക്കാരോട് നിങ്ങളുടെ ബന്ധം എന്താണ്? അതുപോലെ കുട്ടനാട്, എന്റെ ആലപ്പുഴയിൽ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. 2000 കോടി രൂപയുടെ പാക്കേജ് അല്ലേ നിങ്ങൾ കുട്ടനാട്ടിൽ പ്രഖ്യാപിച്ചത്? എന്തു നിങ്ങൾ ചെയ്തു? ഒന്നും ചെയ്തില്ല. വയനാട്ടിൽ നോക്കിക്കൊണ്ടിരുന്നു, വയനാട്ടിൽ പ്രത്യേകമായ പാക്കേജ് എന്ന് പറഞ്ഞ 1000 കോടി അവിടെയും പറഞ്ഞു. ഇടുക്കിക്കാർ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇടുക്കി പാക്കേജ് 1000 അവിടെയും പറഞ്ഞു. എവിടെയാണ് മുഖ്യമന്ത്രി നിങ്ങൾ പണം ചെലവഴിച്ചത്? പാക്കേജ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? വിശദീകരിക്കണം. പിന്നെ കാർഷിക കടകൾക്ക് മൊറട്ടോറിയം, അതുകൊണ്ട് എന്ത് കാര്യം? ആ മൊറട്ടോറിയം തൽക്കാലം കൊടുത്തു എന്ന് വന്നതുകൊണ്ട് ആ മൊറട്ടോറിയം കാലാവധി കഴിഞ്ഞാൽ കൂട്ടുപലിശയ്ക്ക് ഈ കർഷകന്മാരെ എറിഞ്ഞു കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ കാര്യങ്ങളെ കുറിച്ചൊന്നും വിശദമായി പറയുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും കൃഷിക്കാരുടെ കൂടിയാണ്. ചരിത്രം പരിശോധിക്കുക. മഹാനായ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് ദേശീയ പ്രസ്ഥാന കാലത്ത് ചമ്പാരനിലെ, ആ ചമ്പാരൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട താരിഖ്ജിയുടെ നാടായ ബീഹാറിലാണ് ചമ്പാരൻ. ആ ചമ്പാരൻ നീലം കൃഷിക്കാർ, ആ നീലം കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി
ജീവൻ കൊടുത്തുകൊണ്ട് ആ കൃഷിക്കാരുടെ കൂടെ നിലയുറപ്പിച്ച മഹാനാണ്. ഒറ്റമുണ്ട് മാത്രം എടുത്ത് മുളവടിയുമായിക്കൊണ്ട് ആ സമരരംഗത്ത് ധീരനായി നിന്ന മഹാത്മാഗാന്ധി എന്ന് ഞാൻ ഓർക്കുന്നു. ആ ഗാന്ധിയാണ് സ്വന്തം നാടായിട്ട് ഗുജറാത്തിൽ ഖദ്ദയിലെ കൃഷിക്കാർക്ക് പ്രശ്നമുണ്ടായപ്പോൾ അവിടെ ഓടിയെത്തിയത്. ആരാണ് കൃഷിഭൂമി കൃഷിക്കാർക്ക് എന്ന് പറഞ്ഞ പ്രസ്ഥാനം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പുനരധിപക്ഷപ്പെടുത്താനും അതേക്കുറിച്ച് ചിന്തിക്കരുത്. എത്രയോ മുമ്പ് കൃഷിഭൂമി കൃഷിക്കാരനാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സെമീദാരി സമ്പ്രദായം അവസാനിപ്പിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നിഷേധിക്കാൻ സാധ്യമല്ല. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ദർശനമുണ്ടായിരുന്നു. ആ മഹാനായ ക്രാന്തദർശി ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? വി ക്യാൻ വെയിറ്റ് ഫോർ എനിത്തിങ് ബട്ട് അഗ്രികൾച്ചർ. എന്തിനു വേണ്ടിയും നമുക്ക് കാത്തിരിക്കാം, പക്ഷെ കൃഷിയുടെ കാര്യത്തിൽ കാത്തിരിപ്പ് സാധ്യമല്ല. ഇതൊരു കാർഷിക രാജ്യമാണ്. ഈ രാജ്യത്ത് കൃഷിക്ക് എന്തെങ്കിലും ഒരു സ്തംഭനമോ തകർച്ചയോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രം സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയായിരുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ തുടങ്ങാൻ കാർഷിക ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിക്കൊണ്ട് ഈ രംഗത്ത് നവനവങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. ഇന്ദിരാഗാന്ധിയെ മറക്കാൻ സാധ്യമല്ല. ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത് ഇന്ന് ഭക്ഷ്യസുരക്ഷയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയിട്ടുള്ള പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധി, ധവള വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത് ലോകത്തിലെ ഏറ്റവും അധികം പാൽ പായ്ക്ക രാജ്യമായിട്ട് ഇന്ത്യ രാജ്യത്തെ മാറ്റി കൃഷിക്കാരെ സഹായിച്ച പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതാണ് നമ്മുടെ ചരിത്രം. ഓർക്കണം സ്നേഹിതന്മാരെ, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 62 കോടി ജനങ്ങളുണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്ത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ മരിച്ചു പോയിട്ടുള്ള 10,000 രാജ്യത്തുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന 4 വർഷം മുമ്പാണ് ബംഗാളിലെ കുപ്രസിദ്ധമായ ക്ഷാമം ഉണ്ടായത്, ബംഗാൾ ഫാമിൻ. ഡോക്ടർ അമർത്യ സെൻ പറഞ്ഞത് മില്യൺസ് ഓഫ് ഇന്ത്യൻസ് ഡൈഡ് ഇൻ ദി ഫാമിൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ മരിച്ചു പോയിട്ടുള്ളത് ആ ഫാമിനിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഇന്ത്യ, ഒരു നേരത്തെ ഭക്ഷണത്തെ വകയില്ലാത്ത ഇന്ത്യ, ആ ഇന്ത്യക്കാരോട് പണ്ഡിറ്റ് ജവഹർലാൽ പറഞ്ഞത് എന്താണ്? നമുക്ക് ദാരിദ്ര്യം അവസാനിപ്പിക്കണം, നമുക്ക് പട്ടിണി അവസാനിപ്പിക്കണം, അവസരപരമായ അസമത്വം നമുക്ക് ഇല്ലാതിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഗസ്റ്റ് 15-ാം തീയതി 1947 അർദ്ധരാത്രിയിൽ ഈ യാത്ര പുറപ്പെട്ടു. ആ യാത്രയിൽ നാം വിജയിച്ചു. പ്രിയപ്പെട്ട തോമസിന്റെ കൈകൊണ്ട് അത്തരമൊരു നിയമം പരിഹരിച്ചു ചെയ്തുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയത് മാത്രമല്ല, നമുക്ക് ആവശ്യത്തിൽ കഴിഞ്ഞ് മറ്റ് രാജ്യങ്ങളിലേക്ക് ഗോതമ്പും അരി കയറ്റുന്ന രാജ്യമായിട്ട് നമുക്ക് മാറിയെങ്കിൽ കോൺഗ്രസിന് നേട്ടമാണ്. കൃഷിക്കാർക്ക് പ്രശ്നമുണ്ടായപ്പോൾ 72,000 കോടി കൊടുത്തവരാണ് നമ്മളാണ്. അങ്ങനെയുള്ള പാർട്ടിയാണ് മഹാനായ രാഷ്ട്രപിതാവിന്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ശ്രീ രാഹുൽജിയുടെ നേതൃത്വത്തിൽ, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തിൽ രാജ്യത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള സമരത്തിലേക്ക് ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്ക് അഭിമാനിക്കാം, ഈ രാജ്യത്തെ കൃഷിക്കാരോടൊപ്പം നമ്മളുണ്ട് എന്ന കാര്യം. രാഹുൽജി പഞ്ചാബിൽ വെച്ച് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വരട്ടെ, ഈ 3 ബില്ലുകളും ഞങ്ങൾ ചരിത്രത്തിന് ചവറ്റുകൊട്ടയിലേക്ക് ആ ബില്ല് വലിച്ചെറിയുമെന്ന കാര്യം അദ്ദേഹം പറഞ്ഞുവെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. അത്തരമൊരു നേതൃത്വമാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. ആ കൃഷിക്കാരോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതൃത്വമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് സംബന്ധമായിട്ടുള്ള കർഷക സംഗമത്തിൽ പങ്കെടുക്കാനാണ് പ്രിയങ്കരനായ മൈ ബിലവ്ഡ് ഫ്രണ്ട് മിസ്റ്റർ താരിഖ് ജി, ജനറൽ സെക്രട്ടറി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഹാസ് റീച്ച്ഡ് Trivandrum. I don't want to introduce him because he is well known to the people of Kerala. He needs no introduction. Mr. K.P. Anil Kumar has in fact introduced him to you last time also. When I had occasion, I introduced him to the people of Kerala. Again I say that he needs no introduction. അദ്ദേഹം ഇവിടെ വന്നത് നമുക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം ഈ പരിപാടിയുടെ അത്ഭുത ഉദ്ഘാടനം നടത്താൻ വേണ്ടി വന്നതിൽ നമ്മൾക്കേറെ സന്തോഷമുണ്ട്. അദ്ദേഹം കൃഷിക്കാട് നാട്ടിൽ നിന്നാണ് വരുന്നത്. ബീഹാറിൽ നിന്ന്, ചമ്പാറിന്റെ നാട്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ആ ചമ്പാറിലെ കൃഷിക്കാർക്ക് ആവേശം പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരരംഗത്തിറങ്ങുന്ന ഗാന്ധിജിയുടെ ഓർമ്മ അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ ചടങ്ങിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് നിങ്ങൾക്കെല്ലാം വേണ്ടി, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കർഷക സംഘടനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഞാൻ ആദരപൂർവ്വം എൻ്റെ ആത്മസുഹൃത്തു കൂടിയായിട്ടുള്ള
ജനറൽ സെക്രട്ടറി ശ്രീമാൻ താരിഖ് അൻവർജിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.